നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 77.97% വിജയം. 76 സ്കൂളുകൾക്ക് 100% വിജയം. ജില്ലയിൽ 82.09% വിജയം. തലസ്ഥാനത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ SFI പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ധനവില വർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായി പെട്രോൾ പമ്പുകളിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ഇരുചക്ര വാഹനങ്ങൾ ഉന്തി പ്രതിഷേധം. ഷീ ലോഡ്ജിന്റെ നടത്തിപ്പിനെ ചൊല്ലി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. നഗരത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR കിരൺ. ദേശീയപാത വാണിയമ്പാറയിൽ ആംബുലൻസിൽ ലഹരിമരുന്ന് കടത്തിയ 2 പേർ പിടിയിൽ. വെട്ടിക്കൽ സ്വദേശി ഫെയ്ത്ത്, അഞ്ചേരി സ്വദേശി സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന് സ്ഥലം മാറ്റി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ താൽക്കാലിക ചുമതല കളക്ടർക്ക്. പോട്ടൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള ഫയലിംഗ് തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA. വാർത്തകൾ വിശദമായി. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത്. ഹയർ സെക്കൻഡറിയിൽ 77.97% വിജയം. 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 0.16 വിജയശതമാനമാണ് ഇത്തവണ കൂടുതൽ. മുഴുവൻ മാർക്ക് 60 പേർക്ക് ലഭിച്ചു. 10 ആൺകുട്ടികൾക്കും 50 പെൺകുട്ടികൾക്കുമാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത്. 30,561 പേർ മുഴുവൻ വിഷയത്തിൽ A+ നേടി. 76 സ്കൂളുകൾ 100% വിജയം നേടി. സയൻസ് വിഭാഗത്തിൽ 84.55%, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 66.38%, കൊമേഴ്സ് വിഭാഗത്തിൽ 74.74%, ടെക്നിക്കൽ വിഭാഗത്തിൽ 72.82%മാണ് വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49%മാണ് വിജയം. പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ നടക്കും. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.09% വിജയം. ജില്ലയിലെ 193 വിദ്യാലയങ്ങളിൽ നിന്നായി 26,107 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 31,801 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 2,753 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ടെക്നിക്കൽ സ്കൂൾ വിഭാഗത്തിൽ 56.67%മാണ് വിജയം. പരീക്ഷ എഴുതിയ 30 വിദ്യാർത്ഥികളിൽ 17 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ വിജയം 42.89%മാണ്. പരീക്ഷ എഴുതിയ 1,224 വിദ്യാർത്ഥികളിൽ 525 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 17 പേർക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ ലഭിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ തൃശൂർ ജില്ലയ്ക്ക് 76.82% വിജയം. പരീക്ഷ എഴുതിയ 2,217 വിദ്യാർത്ഥികളിൽ 1,703 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കുന്നംകുളം ഗവൺമെന്റ് VHS ഡെഫ് സ്കൂളും ആര്യമ്പാടം സർവോദയം VHSE സ്കൂളും 100% വിജയം നേടി. കേരള കലാമണ്ഡലം ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2-ന് 82.54%മാണ് വിജയം. പരീക്ഷ എഴുതിയ 63 വിദ്യാർത്ഥികളിൽ 52 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. +2 പരീക്ഷയിൽ ബയോളജി സയൻസിൽ മാള പള്ളിപ്പുറം സ്വദേശിനി KM അസ്മിന് 1,200-ൽ 1,200 മാർക്ക്. മാള പള്ളിപ്പുറം കളത്തിപ്പറമ്പിൽ KP മുഹമ്മദ് അഷ്റഫിന്റെയും കൊടുങ്ങല്ലൂർ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂൾ അധ്യാപിക VU ഹബിമോളുടെയും മകളായ അസ്മിൻ മാള സക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. CBSE +2 മൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച ഉത്തരക്കടലാസിലെ 2 പേജുകൾ കാണാനില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പരാതി. തൃശൂർ ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിനിയുടേതാണ് പരാതി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച ഉത്തരക്കടലാസ് എടുത്തപ്പോഴാണ് പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പേജുകളിൽ എഴുതിയ 3 മാർക്കിന്റെ ഉത്തരം മൂല്യനിർണ്ണയം ചെയ്തിട്ടില്ലെന്നും നോട്ട് അറ്റംപ്റ്റ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു.
തലസ്ഥാനത്ത് SFI പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചു. സ്വരാജ് റൗണ്ട് ചുറ്റി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. മാർച്ച് കമ്മീഷണർ ഓഫീസിന് 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. പ്രതിഷേധ യോഗം SFI ജില്ലാ സെക്രട്ടറി അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം VS ആദിത്യ, അജയ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കാൻ നീക്കം. വില വർധന 10 രൂപയിലെത്തിക്കാനാണ് എണ്ണ കമ്പനികൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച പരോക്ഷ സൂചന പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പെട്രോൾ വിലയിൽ വരുത്തിയ വർധന 8 രൂപ 35 പൈസയാണ്. ഡീസലിന് 8.6%, പെട്രോളിന് 7.8% വില വർധനവുണ്ടായത്. തൃശൂരിൽ ഇന്ധനവില വർധനവിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. പാറമേക്കാവ് ജംഗ്ഷനിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ഇരുചക്ര വാഹനങ്ങളും ഉന്തുവണ്ടി തള്ളിയുമായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എറിൻ ആന്റണി, CS സംഗീത് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പക്ഷേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, അധികം വൈകാതെ തന്നെ ഇത്തരം ഒരു ആഫ്രിക്കന് ചാർജ് കൊടുക്കണ്ടേ, കറണ്ടിന് ചാർജ് കൊടുക്കണ്ടേ? കേരള സംസ്ഥാനത്ത് ഒരു കിട്ടാക്കനിയായ സംഭവമാണ്. 5-6 മണിക്കൂറൊക്കെയാണ് അവിടെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും. നിങ്ങൾ ശക്തിപ്പെടുത്തുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇന്ധനവില വർധനവിലൂടെ എണ്ണക്കമ്പനികളുടെ ലാഭത്തിനായി കേന്ദ്ര സർക്കാർ ജനത്തെ പിഴിയുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതുകൊണ്ടാണ് ഇന്ധനവില വർധനവ് നടപ്പിലാക്കുന്നത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ രാജ്യത്ത് ഇന്ധനവില വെട്ടിക്കുറയ്ക്കുന്നില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു.
അന്യായമായ ഇന്ധനവില വർധനവിനെതിരെ കെപിസിസിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അയ്യന്തോളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. എന്തുവേണ്ട മേഖലകളിലും ഇതിന്റെ അധികഭാരം. ഷീ ലോഡ്ജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. ചർച്ച നടത്താൻ അനുവദിക്കാതെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപിയും കോൺഗ്രസും രംഗത്ത് വന്നതോടെ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. യാതൊരുവിധ മാർഗരേഖയും എഗ്രിമെന്റ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഷീ ലോഡ്ജിനെതിരെ ചോദ്യം ചെയ്യുകയും ബൈലോയിൽ ഭേദഗതി ചെയ്തതിനെതിരെയും പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയപ്പോൾ ചർച്ച ചെയ്യട്ടെ എന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് അറിയിച്ചെങ്കിലും അതിന് തയ്യാറാകാതെ പ്രതിപക്ഷം യോഗത്തിൽ പ്രതിഷേധം തുടരുകയായിരുന്നു. കുടുംബശ്രീയെ ഇല്ലാതാക്കാനും കുടുംബശ്രീയുടെ പ്രവർത്തനം അവതാളത്തിലാക്കാനും ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. എന്നാൽ വനിതകൾ അല്ലെങ്കിൽ വനിതകളുമായി ബന്ധപ്പെട്ട എൻജിഒകളുമായി ബന്ധപ്പെട്ട സംഘടനകളോ ഇത് നടത്തണം എന്നുള്ളതാണ്. കുടുംബശ്രീക്ക് മാത്രം ഇത് നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ചട്ടവും നേരത്തെ ഇല്ല എന്നും ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. തൃശൂർ നഗരത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ കൃത്യമായി ഇടപെടുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ടി.ആർ. ഹിരൺ. സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായത്. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൂർക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി മേയർ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മോഷണത്തിന്റെ മറവിൽ പല സുപ്രധാന ഫയലുകളും ഭരണപക്ഷം മാറ്റിയതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മോഷണം പോയ ഫയലുകൾ ഏതൊക്കെയാണെന്നും മേയറും ഡെപ്യൂട്ടി മേയറും വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൂർക്കഞ്ചേരി സോണൽ ഓഫീസിൽ നടന്ന മോഷണം കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് ബിജെപി കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് സി മേനോൻ പറഞ്ഞു. സോണൽ ഓഫീസുകളിൽ സെക്യൂരിറ്റി ജീവനക്കാരോ സിസിടിവി ക്യാമറ സൗകര്യം ഒരുക്കാത്തത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്ന് രഘുനാഥ് സി മേനോൻ ആരോപിച്ചു. വളർക്കാവ് ഡിവിഷനിലെ ഫ്ളാറ്റ് നിർമ്മാണം മൂലം കേടുപാട് വന്ന വീട്ടുകാർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിനി ഹെറിറ്റേജ് ഹോമിന്റെ കുടിശ്ശിക തിരിച്ചുപിടിക്കാത്തതിൽ ബിജെപി പ്രതിഷേധിച്ചു. മിനിറ്റ്സിന്റെ കോപ്പി കൌൺസിൽ യോഗത്തിൽ കീറിയെറിഞ്ഞു. ദേശീയപാത വാണിയമ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം നടത്തിയ വാഹന പരിശോധനയിൽ ആംബുലൻസിൽ നിന്ന് MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിക്കൽ സ്വദേശി ഫെയ്ത്ത്, അഞ്ചേരി സ്വദേശി സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ബീക്കൺ ലൈറ്റിട്ട ആംബുലൻസിലാണ് ലഹരി കടത്തിയത്. അതിർത്തി കടന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് വാണിയമ്പാറയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. സംശയാസ്പദമായി കണ്ട ഷാരോൺ ആംബുലൻസ് തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഡ്രൈവർ സീറ്റിനടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ ഒളിപ്പിച്ച നിലയിൽ MDMA കണ്ടെത്തിയത്.
രോഗിയില്ലാതെ ബീക്കൺ ലൈറ്റിട്ട് അമിത വേഗതയിൽ ആംബുലൻസ് വന്നത് പരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണെന്ന് പോലീസ് പറഞ്ഞു. പിടിച്ചെടുത്ത MDMAക്ക് ചില്ലറ വിപണിയിൽ 15 ലക്ഷത്തോളം രൂപ വില വരും. ലഹരിയുടെ ഉറവിടത്തെക്കുറിച്ചും ഇടപാടുകാരെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. സർക്കാർ മാറിയതോടെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന് സ്ഥലമാറ്റം. പുതിയ നിയമനം വരുന്നതുവരെ കളക്ടർക്കായിരിക്കും ചുമതല. പൊതുഭരണ വിഭാഗത്തിൽ അണ്ടർ സെക്രട്ടറിയായിരുന്ന അരുൺകുമാർ കഴിഞ്ഞ വർഷം മെയ് 31-ന് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായത്. ആ വകുപ്പിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 26-ന് ചേർന്ന ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം അരുൺകുമാറിന് 2 വർഷത്തേക്കുകൂടി കാലാവധി നീട്ടി നൽകാൻ സർക്കാരിനോട് ശുപാർശ നൽകിയിരുന്നു. അതുപ്രകാരം കാലാവധി നീട്ടിക്കൊണ്ട് ഇടതു സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ പഴയ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി കൃത്യം 1 വർഷത്തെ കാലാവധി മാത്രമാണ് അരുൺകുമാറിന് ലഭിച്ചത്. പോട്ടൂർ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള പൈലിംഗ് ആരംഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. മേൽപ്പാലം നിർമ്മാണത്തിന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെയാണ് സംസ്ഥാന സർക്കാർ നിർവഹണ ഏജൻസിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മേൽപ്പാല നിർമ്മാണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 2.50 കോടി രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നു. മേൽപ്പാലത്തിനായി ആകെ 60 പൈലുകളാണ് നിർമ്മിക്കാനുള്ളത്. 2027 മെയ് മാസത്തോടെ മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പൈലിംഗ് സ്ഥലത്തെത്തിയ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയോടൊപ്പം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നീതു കണ്ണൻ, കോലഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത് കുമാർ, സാരംഗ് മറ്റത്തൊളി, പ്രകാശ് D ചിറ്റിലപ്പള്ളി, ലിനി കുട്ടിക്കൃഷ്ണൻ, നിജ ജയകുമാർ, ഉഷ രവീന്ദ്രൻ, കോലഴി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സുജാത മുരളീധരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തന്റെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നിലനിൽക്കുമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി സുപ്രീം കോടതിയെ സമീപിച്ചു. എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. നേരത്തെ സുരേഷ് ഗോപിയുടെ വിജയം ചോദ്യം ചെയ്ത് AIYF നേതാവ് AS ബിനോയ് സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് ഹർജി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാദം നിരസിച്ച കേരള ഹൈക്കോടതി ഹർജി നിലനിൽക്കുമെന്നും വിശദമായ വിചാരണ ആവശ്യമാണെന്നും ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് സുരേഷ് ഗോപി സുപ്രീം കോടതിയെ സമീപിച്ചത്. വ്യക്തി അധിക്ഷേപത്തിനെതിരെ AICC സെക്രട്ടറി TN പ്രതാപൻ തൃശൂർ റൂറൽ SPക്ക് പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു. പാർട്ടി വിടാനൊരുങ്ങി TN പ്രതാപൻ എന്ന തലക്കെട്ടോടെ തന്റെ ഫോട്ടോ ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജിൽ അഭിലാഷ് എന്ന പേരിലുള്ള പ്രൊഫൈലിനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും പാർട്ടി പ്രവർത്തകർക്കിടയിൽ
തന്നോട് അവമതിപ്പും സ്പർദ്ധയും സൃഷ്ടിക്കുന്നതിനും കരുതിക്കൂട്ടിയാണ് വ്യാജവാർത്ത ചമച്ച് കാർഡുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. പഴയന്നൂർ കയറുംപാറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ടെക്സ്റ്റൈൽ നിർമ്മാണ വ്യവസായ സ്ഥാപനത്തിലെ പൂജാമുറിയിൽ നിന്ന് 17 ലക്ഷം രൂപയടങ്ങിയ ലോക്കറുമായി ജീവനക്കാരൻ മുങ്ങി. തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി സൂര്യയാണ് ആസൂത്രിത കവർച്ച നടപ്പിലാക്കിയത്. സ്ഥാപന ഉടമയായ തിരുവല്ലാമല കുത്താമ്പള്ളി സ്വദേശി വിഷ്ണു കോയമ്പത്തൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയ സമയത്തായിരുന്നു കവർച്ച. തിങ്കളാഴ്ച രാത്രിയാണ് കവർച്ച നടത്തിയത്. കവർച്ച ചെയ്ത തുകയുമായി കമ്പനി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഉടമയുടെ സുഹൃത്ത് സത്യമൂർത്തിയുടെ സ്കൂട്ടറിലാണ് കടന്നു കളഞ്ഞത്. യാത്ര കഴിഞ്ഞ് ചൊവ്വാഴ്ച പുലർച്ചെ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കമ്പനി ഉടമ വിഷ്ണു പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. പ്രതിക്കായി പഴയന്നൂർ സബ് ഇൻസ്പെക്ടർ മധുസൂദനന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ദേശീയപാത പേരാമ്പ്രയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പോട്ട സ്വദേശി മേനാച്ചേരി വീട്ടിൽ 68 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്തായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ദേശീയപാത മുറിച്ചു കടക്കുകയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ജോണിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പട്ടാപ്പകൽ വീട് പൊളിച്ച് സ്വർണവും വെള്ളിയും കവർന്ന കേസിൽ തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിലെ പ്രതികൾ പോലീസ് പിടിയിൽ. നിരവധി മോഷണ കേസുകളിൽ പ്രതികളും തിരുനെൽവേലി സ്വദേശികളും സഹോദരങ്ങളുമായ തങ്കമുത്തു, അയ്യപ്പൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 6-ന് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള രാജശ്രീയുടെ വീട് പട്ടാപ്പകൽ കുത്തി തുറന്നാണ് 6 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ഉൾപ്പെടെ 6 ലക്ഷത്തിലധികം രൂപയുടെ ആഭരണങ്ങൾ പ്രതികൾ കവർന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സാഗോ സ്ക്വാഡും തൃശൂർ വെസ്റ്റ് പോലീസും ചേർന്നാണ് മണ്ണുത്തി ഭാഗത്തു നിന്നും പ്രതികളെ പിടികൂടിയത്. കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തുന്ന രാസവള വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കെ ആർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ബക്രീദ് പ്രമാണിച്ച് റേഷൻ കടകൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നതിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ്. റേഷൻ കടകൾ ബുധനാഴ്ച തുറന്ന് പ്രവർത്തിക്കും. ബക്രീദ് പ്രമാണിച്ച് റേഷൻ കടകൾക്ക് വ്യാഴാഴ്ചയായിരിക്കും അവധിയെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. PUCN സംസ്ഥാന പ്രസിഡന്റ് PN പൌരൻ ഉദ്ഘാടനം ചെയ്തു. CPML സംസ്ഥാന കമ്മിറ്റി അംഗം K ശിവരാമൻ അധ്യക്ഷനായി. TR രമേശ്, ജയപ്രകാശ് ഒളരി തുടങ്ങിയവർ സംസാരിച്ചു. കരാറുകാരെയും കാത്ത് സിറ്റിസൺ വാലി റോഡ് തകർന്നിട്ട് വർഷം 3 കഴിഞ്ഞെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് യാതൊരു നടപടിയുമായില്ലെന്ന് നാട്ടുകാർ. ചാഴൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ 1 കിലോമീറ്റർ നീളം വരുന്ന റോഡാണ് തകർന്ന് വെള്ളക്കെട്ട് നിറഞ്ഞ് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നത്. പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന റോഡായതിനാൽ മഴക്കാലത്ത് റോഡിൽ പല സ്ഥലത്തും കുഴികൾ രൂപപ്പെടുകയും പിന്നീട് അവ വെള്ളക്കെട്ടുകളാവുകയും ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായും നാട്ടുകാർ പറയുന്നു. 150ഓളം കുടുംബങ്ങളിലെ കുട്ടികളും പ്രായമായവരും അടക്കമുള്ള നിരവധി പേർക്ക് പ്രധാന വാണിജ്യ കേന്ദ്രമായ പഴുവിൽ സെന്ററിലേക്കും സ്കൂളുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും അടക്കം എത്താനുള്ള പ്രധാന റോഡ് കൂടിയാണിത്. വെള്ളമൊഴുകി പോകാൻ കാരകളില്ലാത്തതിനാൽ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. പഴുവിൽ സെന്ററിനോട് ചേർന്നുള്ള റോഡിന്റെ ഭാഗത്ത് വെള്ളം ഒഴുകി പോകാനുള്ള കൈച്ചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയതായും പരാതിയുണ്ട്. നിരന്തരം പരാതികൾക്ക് ശേഷം MLA ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചെങ്കിലും പണം കൃത്യമായി കിട്ടില്ലെന്ന കാരണത്താൽ പണി ഏറ്റെടുക്കാൻ കരാറുകാർ എത്തുന്നില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ് അധികൃതർ ഈ കാര്യത്തിൽ അലംഭാവം തുടരുകയാണെന്ന് ആക്ഷേപമുണ്ട്. മുൻ MLA CC മൂന്നൻ സാറിന്റെ MLA ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ
രൂപ പാസ്സാക്കിയിട്ട് 5 മാസമായി. ഇതുവരെ ആ ഫണ്ട് എടുത്ത് വിനിയോഗിക്കാനോ ഈ റോഡ് നന്നാക്കാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് യാതൊരു ശ്രമങ്ങളും നടക്കുന്നില്ല. ഒരുപാട് കുട്ടികൾ, ഒരു 150 പരം കുടുംബങ്ങളും അത്രയും SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സ്ഥിരം റോഡാണിത്. ഈ റോഡ് ഇനി നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളോട് പറയണം. ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഞങ്ങൾ ഒരുപാട് പരാതി കൊടുക്കുകയും അതിനെതിരെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി കരാറുകാർ എത്തിയാലും മഴക്കാലത്ത് പണികൾ നടത്താനും പറ്റാത്ത സ്ഥിതിയാണ്. ദുരിതയാത്ര ഇനിയും എത്ര നാൾ തുടരേണ്ടി വരുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. TCV ന്യൂസ്, തൃപ്രയാർ. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സമ്പൂർണ്ണ കൃഷ്ണനാട്ടം വ്യാഴാഴ്ച സമാപിക്കും. അവതാരം കഥയുടെ പുനരവതരണത്തോടെയാണ് സമാപനമാകുക. ബുധനാഴ്ച സ്വർഗാരോഹണം കഥ അവതരിപ്പിക്കും. 2 പതിറ്റാണ്ടായി തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടക്കുന്ന സമ്പൂർണ്ണ കൃഷ്ണനാട്ടം ഗുരുവായൂർ ദേവസ്വം കലാനിലയമാണ് അവതരിപ്പിക്കുന്നത്. തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർ നായയുടെ ഭീതിയിൽ. സിവിൽ സ്റ്റേഷനിൽ കളക്ടറെ കാണാനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി എത്തുന്ന ആളുകളാണ് തെരുവ് നായ്ക്കളുടെ മുന്നിൽപ്പെടുന്നത്. തെരുവ് നായ്ക്കളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ തൃശൂർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തൃക്കൂർ സുരേഷ് വാദ്യരുടെ നേതൃത്വത്തിൽ വസോർധാര നടന്നു. ഗണപതി ഹോമം, ശ്രീരുദ്ര ജപം, അയ്യപ്പസ്വാമിക്ക് പൂർണ്ണാഭിഷേകം എന്നിവ നടന്നു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന സെക്രട്ടറി പരമേശ്വരൻ, സമൂഹം പ്രസിഡന്റ് ദേവനാരായണൻ, സെക്രട്ടറി ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ സ്ത്രീ തൊഴിലാളികളാണ് 9ാം ബ്ലോക്കിലെ ക്വാർട്ടേഴ്സിന് സമീപം രാജവെമ്പാലയെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് അതിരപ്പള്ളി റേഞ്ച് BFOമാരായ PB സുധീർ, വിൽസൺ പല്ലശ്ശേരി, വിവേക് എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി വനാന്തരത്തിൽ തുറന്നുവിട്ടു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,565 രൂപ, പവന് 1,16,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 77.97% വിജയം. 76 സ്കൂളുകൾക്ക് 100% വിജയം. ജില്ലയിൽ 82.09% വിജയം. തലസ്ഥാനത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ SFI പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ധനവില വർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായി പെട്രോൾ പമ്പുകളിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ഇരുചക്ര വാഹനങ്ങൾ ഉന്തി പ്രതിഷേധം. ഷീ ലോഡ്ജിന്റെ നടത്തിപ്പിനെ ചൊല്ലി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. നഗരത്തിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ. ദേശീയപാത വാണിയമ്പാറയിൽ ആംബുലൻസിൽ ലഹരിമരുന്ന് കടത്തിയ 2 പേർ പിടിയിൽ. വെട്ടിക്കൽ സ്വദേശി ഫെയ്ത്ത്, അഞ്ചേരി സ്വദേശി സന്ദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന് സ്ഥലം മാറ്റി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ താൽക്കാലിക ചുമതല കളക്ടർക്ക്. കോട്ടൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനുള്ള പൈലിംഗ് തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.